ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുള്ളത് പടമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ കള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ചെറിയൊരു തയ്യാറെടുപ്പിലാണ്, ആ ഒരു നടത്തത്തിലാണ് ഞാനും അബി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടമുഖം എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലാണ്. നമ്മൾ അവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ട് കിടക്കാനുള്ള സെറ്റപ്പിലാണ് പോകുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് ആ ഒരു വ്യൂ ഞങ്ങൾ എന്തായാലും വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കാണുന്ന ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ വരുന്ന വഴിതാ ഈ ഫ്രണ്ടിൽ നടക്കുന്നത്. ഈ ഒരു കയറ്റം നേരെ വളഞ്ഞ് അതിലേ പോയിട്ട് വേണം എന്തായാലും ആ ഒരു പാറയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഏകദേശം കള്ളിപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 350 മീറ്റർ താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തനെയുള്ള കയറ്റമാണിത്. ഈ ഒരു കയറ്റം കയറിയിട്ട് വേണം നിങ്ങൾക്ക് എന്തായാലും കള്ളിപ്പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൗണിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് മുകളിലേക്ക് നടക്കാനുണ്ട് കള്ളിപ്പാറയിലേക്ക് എത്തണമെങ്കിൽ. കള്ളിപ്പാറയിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നടന്ന് തന്നെ വരുന്നതാണായിരിക്കും ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിൽ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു രീതിയിലുള്ള ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു ഫീല് കിട്ടാൻ വേണ്ടി എന്തായാലും സാധിക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും അഭീത ശരിക്കും പറഞ്ഞാൽ രണ്ടാളും കയറ്റം കയറ്റം നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. ഇത് കള്ളിപ്പാറയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വ്യൂ ആണ്. എന്തായാലും ആ ഒരു 350 മീറ്ററിന് താഴെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ താഴെയുള്ള ആ ഒരു പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കോട വരുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മളിതാ അവസാനം കള്ളിപ്പാറ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ടുണ്ട്. അബി ഉണ്ട് ബേക്കിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അബി കുറച്ച് ടയേർഡാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കയറ്റം കയറാനുണ്ട്. ഞാൻ പറഞ്ഞു നടന്നു തന്നെ എല്ലാവരും കയറണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണം ആ ഒരു ഫീലെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ കൊണ്ടല്ല. വളരെ നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ ഒരാളുടെ പറമ്പിൽ കൂടിയാണ് എന്തായാലും ഈ ഒരു വഴി വരുന്നത് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ടുണ്ട്. ക്ഷേത്രം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ക്ഷേത്രത്തിന് ചുറ്റും നല്ല രീതിയിൽ തന്നെ ടൗൺ എന്തായാലും താഴേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ നമ്മളിന്ന് അവിടെ തന്നെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാനുള്ള ചെറിയൊരു പരിപാടിയിലാണ്. എന്തായാലും അബിയുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹമാണ് അതിനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം അവിടെ പെരുമ്പാമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നിവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ നമുക്ക് ശരിക്കും നോക്കാം. ആ ഒരു കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളെന്തായാലും ഡെസ്റ്റിനേഷനിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ അബീൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടെൻ്റ് അടിക്കാനുള്ളൊരു സ്ഥലം എങ്ങനെയായാലും നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം നോക്കിയിട്ട് ഈ ഒരു അമ്പലം കിടന്നിട്ട് കുറച്ചും കൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഒരു സ്ഥലം കൂടി നോക്കിയിട്ട് ടെൻ്റൊക്കെ അടിക്കുന്ന ചെറിയൊരു വീഡിയോ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുന്ന് കാണുമ്പോഴുള്ള വ്യൂസ് ഉണ്ട്. ഞങ്ങൾ ഫുള്ള് കോടയൊക്കെ വന്നിട്ട് മഴ പെയ്തതിന് ശേഷം എന്തായാലും ഫുള്ള് കോടയാണ്. നല്ല രീതിയിൽ തന്നെ കോട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ടെൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ഇതാ നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വെറും ഒരു 2 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞാടുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുക. മൊത്തം ചുറ്റും കോട കയറിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും. മൊത്തം കോട കയറിയിട്ടാണുള്ളത്. മൊത്തം ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് പെയ്തിട്ട് ഒന്നും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ടെൻ്റ് അടിക്കും കൂടി വേണം നമ്മൾ. ഇതാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി മുൻവശത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. അമ്പലം കാണാം, മുമ്പിലും ഇതാ കോടയൊക്കെ വന്ന് നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:15 കോട മൊത്തം വന്ന് കയറിയിട്ടുണ്ട്. ഞാനും അതിലൂടെ ഇരിക്കുന്നത് വെച്ചാൽ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടാൽ തന്നെ ചെയ്യും, ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത്. ഈ ഒരു ടോപ്പിൽ നമുക്ക് ഇനി ഇവിടെ വേണം ടെൻ്റ് അടിക്കാൻ വേണ്ടി. ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കുമോ ടെൻറ്റിന് എന്നുള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം താഴേക്ക് പോയി കഴിഞ്ഞാൽ 2 സൈഡും ഒക്കെയാണ്, 2 സൈഡും കുഴിയാണ്. ഓൾമോസ്റ്റ് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും എല്ലാം കുഴി തന്നെയാണ്. നമ്മൾ ചെറിയ രീതിയിൽ
എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്നാക്സ് കഴിച്ചിട്ട് വേണം നമുക്ക് എന്തായാലും ടെൻ്റ് അടിക്കാൻ. താഴെയൊക്കെ സൈഡിലൊക്കെ വീട് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. മാക്സിമം പ്രശ്നമൊന്നും ആകില്ല എന്നാണ് അബിയുടെ ആ ഫാമിലി ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായത്. എന്തായാലും നമ്മൾ ഭക്ഷണം സ്നാക്സ് കഴിച്ചിട്ട് ചെറിയ രീതിയിൽ ടെൻ്റ് അടി എല്ലാ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് കാണാം ടെൻ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. സ്കൂളൊന്നല്ല, ശരിക്കും നല്ല വ്യൂ ഉണ്ടല്ലേ. വ്യൂ ആണ്, അടിപൊളി വ്യൂ ഒക്കെയാണിതാ. ഓക്കെ, രാവിലെ വൈകുന്നേരം ആയിട്ടുള്ളൂ. നല്ല സന്ധ്യ ആയപ്പോൾ തന്നെ ഏകദേശം ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്ത് കോടയൊക്കെ കയറി തുടങ്ങി. ഒരു ടെൻറ്റും കൂടി അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ മേലെ വന്നു കഴിഞ്ഞാലുള്ള ഒരു വ്യൂ. നല്ല രീതിയിൽ തന്നെ കോടയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും താഴെയാണ്. ഇതാ കോടയതാ. നല്ല വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. താഴെ നല്ല ഒരു ചെറിയൊരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. ആ ഒരു അമ്പലം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കുരിശിൻ്റെ ചെറിയൊരു പള്ളിയുണ്ട്. പള്ളിയുടെ ജോട്ടാന്നായിരിക്കും അവർ പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം. ചെയ്യുമ്പോൾ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്പോട്ട് കാണുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അബി ബാഗ് വെച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ താഴെ ഇതാ കാണാം. ഈ ഒരു കാണുന്ന വ്യൂ രാവിലെ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കേണ്ട ചെറിയ പരിപാടിയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈവനിങ് കാണുന്ന ആ ഒരു വ്യൂ. അബിയുണ്ട് ഇതാ കൂടെ. അബി ടെൻ്റ് അടിക്കുന്ന ചെറിയ തിരക്കിലേക്ക് നമ്മളെല്ലാവരും ആ ടെൻ്റ് നോക്കി. ടെൻ്റൊക്കെ നമ്മൾ അടിച്ചങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ സ്റ്റേ ഇവിടെ തന്നെയാണ്. ഫുഡ് ചെറിയ കാര്യങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. രാത്രി 12:30 അബി ഉറങ്ങുന്ന സീക്വൻസാണ് ഈ കാണുന്നത്. വേറെ ഫുഡ് കാര്യങ്ങളൊക്കെ ടെൻറ്റിനുള്ളിലുണ്ട്. ബാക്ക് പാക്കാണ് നമ്മൾ ശരിക്കും തലയണയായിട്ട് ഉപയോഗിക്കുന്നത്. നാളെ ഇടാനുള്ള ഡ്രസ്സ് ജോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി ഏകദേശം 12:30 ആയിട്ടുണ്ട്. നമ്മളെ ടെൻറ്റിൻ്റെ ബേക്ക് ഭക്ഷണം നിന്ന് ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അബി നല്ല ഉറക്കമാണ്. സൗണ്ട് ഞാൻ 2 വട്ടം വിളിച്ചിട്ട് വരും കൈയൊക്കെ തട്ടി മാറ്റി നല്ല വൃത്തിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് എണീറ്റ് നോക്കി. ബേക്കിൽ നോക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ടെൻ്റ് അടിക്കുമ്പോഴുള്ള ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും നോക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കും എന്താവും എന്നറിയില്ല.
ഇതാണ് രാവിലെ 6 മണിക്കത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ചെറിയ രീതിയിൽ മഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ചാറ്റൽ മഴ ഇത് പെയ്യുന്നുണ്ട്. അതാ ഇന്നലെ മൊത്തം നല്ല മഴയായിരുന്നു. ടെൻറ്റ് മൊത്തം നനഞ്ഞിട്ടുണ്ട്. അതാ മൊത്തം മഴയായിരുന്നു നല്ല രാത്രി. നല്ല രീതിയിൽ തന്നെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു കാലാവസ്ഥയിൽ ഒരു മങ്ങലം നിങ്ങൾക്ക് കാണാനുണ്ട്. എന്തായാലും താഴ്ഭാഗത്തൊക്കെ നോക്കി കാണാം, മൂടൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വ്യൂ ഒന്നും കൂടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ് നോക്കിയാൽ. കോട വന്നിട്ട് ഫുള്ള് മൂടിയിരിക്കുകയാണ്. ഏകദേശം നല്ല മഴ തന്നെ എന്തായാലും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ ടെൻറ്റ് മൊത്തം ഏകദേശം നനഞ്ഞ് ഫുള്ള് നിങ്ങൾക്ക് കാണാം. ടെൻറ്റിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മൾ രാവിലെ എന്തായാലും മഴയത്തൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ബേക്കിലൊരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് കയറി നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാ കോട ഫുള്ള് കയറി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. താഴേക്ക് പോവുകയാണെങ്കിൽ നല്ല വൃത്തി ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഭാഗം ഇത്രയും കാണുന്നത് വെച്ച് അങ്ങ് വരെ ഉണ്ട്. എന്തായാലും മൊത്തം കോട തന്നെയാണ്. ഫുള്ള് കോടയൊക്കെ മൂടി നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടെ രാവിലെ എണീക്കുകയാണെങ്കിൽ. ഇന്ന് മഴ ആയതുകൊണ്ടാണ് എന്നാണ് ആ ചേട്ടനും പറഞ്ഞത്. ഇതാ ടെൻറ്റ് നോക്കുക നിങ്ങൾ, നല്ല വൃത്തി. ഇതാ കോട കയറി വരുന്നതാണ് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. നല്ല വ്യൂ തന്നെയുണ്ട്. ഏകദേശം ഈ ആ ഒരു 4 മരങ്ങൾക്കിടയിലൂടെ തന്നെ ഒരു പാറയുണ്ട് അവിടെ. ആ ഒരു പാറയിൽ നിന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ടാവും. പക്ഷെ പാറ ഇപ്പോൾ ആ കോട വന്ന് മൂടിയിട്ടാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ ഇതാണ് ഗൈസ് അവസ്ഥ. ഇന്നലെ രാത്രി ടെൻറ്റ് അടിച്ചിട്ട് നമ്മൾ രണ്ടിതാ നല്ല മഴയായിരുന്നു. ടെൻറ്റ് നമ്മൾ ഓമ്പിച്ച് എന്ന് തന്നെ ശരിക്കും പറയാം. ടെൻറ്റിൽ ഫുള്ള് വെള്ളമൊക്കെ കയറി ടെൻറ്റ് ഫുള്ള് ഹോൾസൊക്കെ ആയിട്ടുണ്ട്. ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കിൽ ചിലപ്പം മേലത്തേക്ക് ഹോൾസ് കാണുന്നുണ്ട്. അപ്പം മഴ കാരണം ഫുള്ള് നനഞ്ഞുപോയി. അപ്പോൾ നമ്മൾ അടുത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പശുവിനെ കെട്ടുന്നൊരു സ്ഥലമുണ്ട് ആരാ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഞാനും തൊഴുത്തിലാണുള്ളത്.